പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അവൻ നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്നും തിരിഞ്ഞു നടന്ന അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധി പൂർണ്ണമായ മാപ്പിരുന്നു കൊണ്ട് നമുക്ക് ഈ കൃപയുടെ സമയത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ ലാറ്റിൻ ലിറ്ററേച്ചർ പ്രകാരമുള്ള വായന തന്നെയാണ് നാം ഈ ഒരു സമയത്തിന് വേണ്ടിയും എടുത്തിരിക്കുക. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി തന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വായനയിൽ കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യം, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. കോപം എപ്രകാരമാണ് ഒരു മൂലപാപമായി മാറുന്നത് എന്ന് ഇതിലൂടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. പൂർവികരോട് പറഞ്ഞിരിക്കുന്ന കൽപ്പന എന്താണ്? കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനായിത്തീരുമെന്നുള്ളത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനായിത്തീരുമെന്ന് കർത്താവ് പറയുമ്പോൾ കൊലപാതകത്തിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നത് കോപമാണ് എന്ന് കർത്താവ് എടുത്തു കാണിക്കുകയാണ്. കോപം ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് പതിയെ പതിയെ അവനെ ഇല്ലാതാക്കാൻ തുടങ്ങും. പല അവസരത്തിലും ഈ ഒരു കോപത്തിൻ്റെ ചിന്തകളാണ് ഒരു വ്യക്തിയെ കൊലപാതകത്തിലേക്ക് എത്തിക്കുക. ഒരു വ്യക്തിയോട് വിരോധം തോന്നുമ്പോൾ പതിയെ പതിയെ അവൻ എന്ത് ചെയ്താലും നന്മയായിരിക്കാം അതുപോലും അംഗീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തിയോടുള്ള വിരോധമായിരിക്കും മുന്നിൽ നിൽക്കുക. അവനെ ഒന്ന് സ്നേഹിക്കുവാൻ പോലും നമുക്ക് സാധിക്കില്ല. മറ്റുള്ളവർ അവനെക്കുറിച്ച് നന്മകൾ പറഞ്ഞാൽ പോലും അംഗീകരിച്ചു കൊടുക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവനോടുള്ള കോപമാണ് നമ്മളിൽ കൂടുതലായിട്ട് നിലനിൽക്കുക. കായൻ്റെയും ആബേലിൻ്റെയും ഉദാഹരണം എടുക്കുമ്പോഴും നമ്മൾ അത് തന്നെയാണ് കാണുക. കായന് വേണ്ട എല്ലാ മുന്നറിയിപ്പുകളും ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. നീ എന്താണ് കോപിച്ചിരിക്കുന്നത് എന്ന് കായനോട് ദൈവം ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, പാപം നിന്റെ മേൽ പതിയിരിക്കുന്നു, അവൻ നിന്നെ നോട്ടമിട്ടിട്ടുണ്ട്, നീ അതിൽ വീണു പോകരുത്. നല്ല ഉപദേശങ്ങളെല്ലാം ലഭിച്ചിട്ടും
കായേന് അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. മറിച്ച് തൻ്റെ സഹോദരനുള്ള കോപം അവൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു. അവസാനം അത് കൊലപാതകത്തിലാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ പല സംഭവങ്ങളും എടുത്തു നോക്കുമ്പോൾ ആ ഒരു കൊലപാതകത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒന്നാണ് കോപം എന്ന് നമുക്കറിയാം. ഈ കോപം നമ്മളിൽ ജനിക്കുന്ന എപ്പോഴാണ്? മറ്റുള്ളവരോട് നമുക്ക് അസൂയ തോന്നുമ്പോൾ, മറ്റുള്ളവർ വളരുന്നു കാണുമ്പോൾ, അത് ഏറ്റെടുക്കാൻ സാധിക്കാതെ പോകുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കോപം വരാനുള്ള സാധ്യതയുണ്ട്. സാവൂളിൻ്റെയും ദാവീദ് രാജാവിൻ്റെയും കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുക. യുദ്ധത്തിൽ ജയിച്ച് തിരികെ പോരുമ്പോൾ ദാവീദിന് തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സാവൂൾ രാജാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കോപത്തിൻ്റെ ചിന്തകളാണ്. തന്നെ രക്ഷിച്ചവൻ, തൻ്റെ രാജ്യത്തെ രക്ഷിച്ചവൻ ദാവീദാണ് എന്നല്ല അവൻ ചിന്തിക്കുന്നത്. മറിച്ച് തന്നേക്കാൾ ഉപരിയായി അവന് കൂടുതൽ സ്ഥാനം ലഭിക്കുന്നു, തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അവന് ലഭിക്കുന്നു, അവൻ തന്നേക്കാൾ വളർന്നിരിക്കുന്നു എന്ന ചിന്ത സാവൂൾ രാജാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ പതിയെ പതിയെ അത് ഒരു വെറുപ്പായിട്ട് മാറി, അവനെതിരെ കോപമായിട്ട് മാറി. ആ ഒരു കോപം പിന്നീട് സാവൂളിന് ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന ചിന്തയിലേക്കാണ് എത്തിക്കുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സാവൂൾ രാജാവിനെയാണ് നമ്മൾ പിന്നീട് കാണുക. പ്രിയമുള്ളവരെ, അവിടെയെല്ലാം കർത്താവ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? കോപത്തിൻ്റെ ചിന്തകൾ ഉപേക്ഷിക്കുക. ഒരുപക്ഷേ നമ്മളോട് കോപം കാണിക്കുവാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള വ്യക്തി ദൈവം തന്നെയാണ്. കാരണം ദൈവം തിരഞ്ഞെടുത്ത ജനത ഓരോ തവണയും പാപം ചെയ്ത് അകന്നു പോയപ്പോൾ ദൈവത്തെ വേണമെങ്കിൽ കോപിക്കാമായിരുന്നു. തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ കോപമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് നമ്മോടുള്ള സ്നേഹമായിരുന്നു. താൻ തിരഞ്ഞെടുത്ത ഈ ജനത ഓരോ നിമിഷവും തന്നെ നിന്ന് അകന്നു പോയപ്പോൾ ഒത്തിരിയേറെ വേദനയോടുകൂടെ എങ്ങനെ ഇവരെ വീണ്ടും തൻ്റേതാക്കി മാറ്റാം എന്ന ഒരു ചിന്ത മാത്രമാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നത്. അതിനാൽ തന്നെ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ തൻ്റെ സ്നേഹം ഈ ലോകത്തിന് പകർന്നു നൽകണം എന്ന ഒരു കൽപ്പനയാണ് നൽകുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതായി മാറി കർത്താവിൻ്റെ ജീവിതം. ഓരോ നിമിഷവും തൻ്റെ വചനത്തിലൂടെ അത് അവിടുന്ന് വ്യക്തമാക്കി നമ്മുടെ മുമ്പിൽ പ്രകടമാക്കി. പലപ്പോഴും അർഹതയില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന വേളയിലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെന്ത് അതാണ് നമുക്ക് അവൻ വെളിപ്പെടുത്തി തന്നത്. ആ സ്നേഹം എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, പല അവസരത്തിലും ഇത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും അവൻ നമ്മോട് കോപം കാണിച്ചില്ല. കാരണം കോപത്തിൻ്റെ ഫലം എന്താണെന്ന് കൃത്യമായിട്ട് യേശുവിന് അറിയാമായിരുന്നു. വിചാരണയ്ക്ക് നിർത്തുന്ന വേളയിൽ പലതരത്തിലും അവർ അപമാനിച്ചു. അവിടെയും മൗനമായി നിൽക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പല അവസരങ്ങളിലും അവനെ വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തിട്ടും അവനൊട്ടും കോപിച്ചില്ല. ഇതെല്ലാം പിതാവായ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് തൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് ഈ ജനതയുടെ രക്ഷയ്ക്ക് എന്ന ബോധ്യത്തിൽ അതെല്ലാം വളരെ മൗനമായി സഹിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുക. പ്രിയമുള്ളവരെ, അതിനാൽ തന്നെ എപ്രകാരം നമ്മൾ ഓരോരുത്തരും രമ്യതയിൽ ജീവിക്കണമെന്ന ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞു തരികയാണ്. സഹോദരനോട് രമ്യതപ്പെടേണ്ട ആ ഒരു ആവശ്യകത കർത്താവ് എടുത്തു കാണിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ചിത്രം കായൻ്റെയും ആബേലിൻ്റെയും തന്നെയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ക്ഷമിക്കുവാൻ പഠിപ്പിക്കുമ്പോഴും പ്രിയമുള്ളവരെ, അതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് സഹോദരങ്ങൾ രമ്യതയിൽ കഴിയണം എന്നുള്ളത് തന്നെയാണ്. എത്രമാത്രം സ്നേഹത്തോടെ ഒരുമയോടെ നിങ്ങൾക്ക് കഴിയുവാൻ സാധിക്കുമോ ആ ഒരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കടന്നു വരും. ദൈവത്തിൻ്റെ സ്നേഹം നിരന്തരം തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കും. ഓരോ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കും. ഇന്നത്തെ ഈ ഒരു സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യം ആണ്.
നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുള്ളതായിട്ട് നീ ഓർക്കുകയാണെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് എന്താണ്? നിന്റെ ബലിവസ്തു ആ അൾത്താരയിൽ വെച്ചിട്ട് തിരികെ പോവുക. പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക. നിന്റെ സഹോദരന് നിന്നോട് വിരോധം തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്നതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു, ഒരു വ്യക്തിക്കും യാതൊരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നമ്മളെ നോക്കിക്കാണാറില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർ എപ്രകാരമാണോ എന്നെ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും എൻ്റെ പല പ്രവൃത്തികളും എൻ്റെ പല വാക്കുകളും പലപ്പോഴും മറ്റുള്ളവർക്ക് വേദന സമ്മാനിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് എന്നോട് വിരോധം തോന്നുവാൻ ഇടയായിട്ടുണ്ട്. അതെല്ലാം തിരിച്ചറിയുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുകയാണ്, നീ ബലിയർപ്പിക്കാൻ കടന്നു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും നിനക്കല്ല നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ബലിവസ്തു അവിടെ വച്ചിട്ട് തിരികെ പോയി നിന്റെ സഹോദരനെ രമ്യതപ്പെടുക. പ്രിയമുള്ളവരെ, എത്രമാത്രം കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നിനക്ക് മറ്റുള്ളവരോട് വിരോധമുണ്ടോ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് നിന്നോട് എന്തെങ്കിലും തരത്തിൽ വിരോധം തോന്നിയിട്ടുണ്ടോ? അതിനുള്ള പ്രവർത്തനങ്ങൾ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ നീ തിരുത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുമ്പോൾ കോപം എപ്രകാരമാണ് നമ്മളെ കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. നിന്റെ സഹോദരനെ വിഡ്ഢി എന്നോ ഭോഷ എന്നോ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എപ്പോഴാണ് നമ്മൾ അവരെ അപ്രകാരം വിളിക്കുന്നത്? നമ്മൾ അഹങ്കാരത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്, ഞാൻ എന്തൊക്കെയോ ആയി എന്ന ഭാവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ കുറവുകൾ തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നത്. ആ കുറവുകളിലേക്ക് ഞാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുത്തി എപ്പോഴും സഹോദരങ്ങളെ സ്നേഹിച്ച് സഹോദര തെറ്റുകൾ പൊറുത്ത് അവരോടൊപ്പം ഐക്യത്തിൽ ജീവിക്കുവാൻ, രമ്യതയിൽ ജീവിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ ശോഭാന ചൊല്ലി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വിരോധം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാപ്പി നിൽക്കാം. നമ്മുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാം. ആ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയാക്കാതിരിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ എത്രമാത്രം രമ്യതയിൽ കഴിയണമെന്നാണ് കർത്താവ് പറഞ്ഞു തന്നത്. നമ്മുടെ സഹോദരങ്ങളോട് മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പര ധാരണയിലും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നു. ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും വച്ചു പുലർത്താതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ദൈവത്തിന് സ്നേഹം പകർന്നു നൽകുന്ന ഓരോ വ്യക്തികളായി തീരുവാൻ കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ആരാധന 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.